അച്ചാമേ, വാ ഇവിടെ. ഞാൻ ഹരിയെ ഒന്ന് കാണാൻ വന്നതാ. അപ്പന്റെ സമ്മതം ഇല്ലാണ്ട് ഞാനെങ്ങും പോവില്ല. എന്നിട്ടാണോ ഒരു വാക്ക് പോലും പറയാണ്ട് ഇറങ്ങിപ്പോന്നെ? അപ്പാ വേണ്ടടി, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ കണ്ണ് കാണാത്തവന്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു. നിന്റെ അമ്മ എന്നോട് പറഞ്ഞു നീ ആരെയും വേദനിപ്പിക്കില്ല. നീ ഒരു അപ്പന്റെ വേദന മനസ്സിലാക്കണം. നിന്റെ കാലിയം പിടിക്കണം. അപ്പാ എന്റെ മോളെ വെറുതെ വിട്ടേക്ക്. അവളുടെ ജീവിതം തൊലച്ചു കളയരുത്. അപ്പനിനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന ഹരിയുടെ ഒപ്പമായിരിക്കും. അതിന് എത്ര കാലം കഴിഞ്ഞാലും. അച്ചാമ്മേ, നീ നിന്റെ അപ്പനെ മനസ്സിലാക്കണം. അവര് പറയുന്നത് ശരിയല്ലേ? കാഴ്ചയില്ലാത്ത എന്നോടൊപ്പം നീ എങ്ങനെയാ? ശരിയാ, നീ നിന്റെ ജീവിതം നശിപ്പിക്കണ്ട. മാത്രമല്ല എനിക്ക് അവരുടെ വിഷമം സഹിക്കാനാവില്ല. അച്ഛമ്മ പോ. കേട്ടില്ലേ? സമാധാനമായല്ലോ. വാടിയുടെ. മാഷേ, ഒരു നിമിഷം. കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ നമ്മളായിട്ട് അവരെ പിരിക്കണം. ഇവനെ പോലെ ഒരുത്തന് താനാണെങ്കിൽ തന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുവോ? കാഴ്ചയിൽ നിന്നൊരു കുറവല്ലാണ്ട് മറ്റെന്തെങ്കിലും കുറവ് മാഷമില്ല കാണുന്നുണ്ടോ? നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്. മാഷ് അത് മനസ്സിലാക്കണം. സൗന്ദര്യം ചിലപ്പോ കുറച്ചു കാലത്തെ സന്തോഷം തന്നേക്കാം. പക്ഷെ ആത്മാർത്ഥതയുള്ള ഹൃദയങ്ങൾ ആ ജീവിതകാലം മുഴുവൻ സന്തോഷം തരും മാഷെ. ഞാൻ സമ്മതിക്കില്ല. ഏതൊരപ്പനും ആഗ്രഹിക്കുന്നത് സ്വന്തം മോളെ സുരക്ഷിതമായ ഒരുത്തന്റെ കൈകളിൽ ഏൽപ്പിക്കാനാണ്. അല്ലാതെ എന്റെ മോളുടെ കൈയും പിടിച്ച് തെക്കേതാ വടക്കേന്നറിയാതെ പിന്നാലെ നടക്കുന്ന ഒരുത്തനല്ല. പെൺകുട്ടികളുള്ള അപ്പനെ അതിന്റെ വേദന മനസ്സിലാവും. വാടി. മാഷേ, നിങ്ങൾ ഇവൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇവന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള നന്മ പോലില്ലല്ലോ അധ്യാപകനായ നിങ്ങൾക്ക്. നിങ്ങളുടെ വാശി പിടിച്ച് നിങ്ങൾ നശിപ്പിക്കണത് നിങ്ങളുടെ മോളുടെ ജീവിതം തന്നെയാ. നിങ്ങൾ ഇനി ഇവിടെ ആർക്ക് കെട്ടിച്ചെടുത്താലും ചിലപ്പോ കാഴ്ചയുണ്ടോ? ഇവന്റെ പോലെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവില്ല മാഷെ. നിങ്ങളിതിനെ അനുഭവിക്കും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ മോള് നിങ്ങളുടെ കൂടെ ഒരു ദുരന്തമായി തന്നെ കാണും. നോക്കിക്കോ മാഷെ. ശരി, നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കാം. പക്ഷെ എന്റെ മോള് ഇവന്റെ കയ്യിൽ സുരക്ഷിതയാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. അതിന് ഞാൻ പറയുന്നത് ഇവൻ ചെയ്യണം. ഇവിടെ നിൽക്കുക. നിങ്ങളെല്ലാവരും കേട്ടോ? നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ എന്റെ മകളെ ഞാൻ ഇവനെ ഏൽപ്പിക്കാം. ഈ നിൽക്കുന്ന കുട്ടികളുടെ ഇടയിൽ എന്റെ മകൾ നിൽപ്പുണ്ട്. ആരുടെയും സഹായമില്ലാതെ എന്റെ മകളുടെ കൈ ഇവൻ പിടിച്ചാൽ ആ നിമിഷം മുതൽ എന്റെ മകൾ ഇവന്റേതായിരിക്കും. കൈ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മറന്നേക്കണം അവളെ എന്നേക്കുമായി.
അച്ഛമ്മ എവിടെ നിൽക്കണെന്ന് എനിക്ക് വരെ തിരിച്ചറിയാൻ പറ്റണില്ല. പിന്നെ നീ എങ്ങനെയാടാ കണ്ടുപിടിക്കുക? എടാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് നിനക്കറിയോ? എന്റെ കണ്ണായി കൂടെ ഉണ്ടായിരുന്ന നീയാടാ എന്റെ ഭാഗ്യം. ആ ഭാഗ്യം ഇനിയും എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നു മുതൽ എന്റെ കൈപിടിച്ച് നടക്കാൻ അച്ചാമ്മയുണ്ടാവും. നിനക്ക് പറ്റോ ഇല്ലെന്ന് പറയും. നീ ആണാണെങ്കിൽ പോയി കൈ പിടിച്ചോണ്ട് വാ എന്റെ മോളെ. എനിക്ക് കാഴ്ച നഷ്ടമായ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇനി പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഒറ്റയ്ക്ക് നടക്കാൻ ശ്രമിച്ചപ്പോഴും തട്ടി വീണപ്പോഴും പഠിക്കാൻ ശ്രമിച്ചപ്പോഴും ചുറ്റുമുള്ള എല്ലാരും പറഞ്ഞു നിന്നെ കൊണ്ടാവില്ലെന്ന്. പക്ഷെ എന്റെ അമ്മ മാത്രം പറഞ്ഞില്ല. എന്റെ അമ്മ പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റും, നീ ശ്രമിക്ക്, ശ്രമിച്ചുകൊണ്ടേയിരിക്കെ. ആത്മാർത്ഥമായി നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലെന്ന് എന്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. ലെഫ്റ്റ് ലെഫ്റ്റ്. പേടിയാണല്ലോ അമ്മ, എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ചുറ്റിട്ടാണല്ലോ അമ്മ, എനിക്ക് പേടിയാവുന്നു. ഇനി എനിക്ക് ഒരിക്കലും അമ്മ കാണാൻ കഴിയില്ല അമ്മ. മറ്റുള്ളവർ കണ്ണുകൊണ്ട് കാണുമ്പോ എന്റെ മോനിന് ഹൃദയം കൊണ്ടേ കാണാൻ കഴിയും. എന്റെ മോൻ പഠിക്കും, കണ്ണുള്ളവരുടെ കൂടെ തന്നെ പഠിക്കും. നിനക്കതിന് കഴിയും. മോൻ ശ്രമിച്ച നടക്കാത്തതായി ഒന്നുമില്ല. എന്തായാലും നല്ല മുല്ലപ്പൂവിന്റെ മണം.
വെൺചന്ദ്രതാരമായൻ പ്രണയമേ എന്നുള്ളിൽ നീയുണർന്നു